പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഒരു ഇതിനകത്ത് ഇതിൻ്റെ ലുക്ക് ശരിക്കും ഇൻ്റർനാഷണൽ ടച്ചാണ് എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടാറ്റ നഗറിലാണ് എന്ന് പറയാം. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ജംഷഡ്പൂർ പ്ലാന്റ്, ശരിക്കും പ്ലാന്റ് ഉള്ളത് ടെൽക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു പ്രദേശത്തെ ടാറ്റ നഗർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ടാറ്റ നഗറിൽ വന്നത് ടാറ്റയുടെ ജംഷഡ്പൂർ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജംഷഡ്പൂർ ഫാക്ടറിയിൽ നമ്മൾ വന്നിട്ട് ഫാക്ടറി വീഡിയോകൾ കാണിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ധാർവാഡ് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചാനലിനകത്തുണ്ട്, കാണാത്ത ആളുകൾ കാണാം. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ കുറച്ചധികം പുതിയ കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളെ പുറത്തിറക്കുന്നു, അവിടെ സേഫ്റ്റി നോംസ് അപ്ഗ്രേഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഒപ്പം കുറച്ച് കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒരുപക്ഷെ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ സുപ്രധാനമായ ഒരു പേരായിരിക്കാം ഈ പ്രദേശത്തിലെ ടാറ്റ നഗർ എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ മറ്റൊരു പ്ലാന്റ് വിസിറ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടാൽക്കോ ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വെച്ച് പുതിയ സേഫ്റ്റി നോംസുകളെ കുറിച്ചുള്ളൊരു ഡിസ്കഷനോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജംഷഡ്പൂർ പ്ലാന്റിനെ കുറിച്ച് അതുകൂടി പറയാം. ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള, അതായത് പ്രായമുള്ള പെയിൻറ്റ് ബൂത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ജംഷഡ്പൂർ പ്ലാന്റിലാണ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഡിഫൻസിന് വേണ്ടി, അതായത് ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി 73ഓളം ടൈപ്പ് വാഹനങ്ങളെ ജംഷഡ്പൂർ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ മിസൈൽ ലോഞ്ചറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. 400+ വെഹിക്കിൾസാണ് പെർ ഡേ ജംഷഡ്പൂർ പ്ലാന്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും 397 മോഡലുകളിലായിട്ട്. പിന്നെ എൻജിൻ, ആക്സിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആക്സസറീസ് ഉണ്ടാക്കുന്നുണ്ട്. മീഡിയം വെഹിക്കിൾസിനെയും ഇവരുണ്ടാക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതാണ് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ആ പ്രോഗ്രാം ഹാളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ ഒരു വെൽക്കം BS6 Phase 2 അപ്ഗ്രഡേഷൻ. ഇതിനകത്താണ് നമ്മൾ ഇവൻ്റ് നടക്കുന്നത്, ഇവൻ്റ് ഹാൾ. ഇനി ഇവിടെയുള്ള കാഴ്ചകൾ നമുക്കത് കാണാം. How many percentage of price hike we can expect these RDE models? See, price is driven by various factors. It is influenced by various factors. The last 3-4 months, the automotive industry, it is not only Tata Motors, across the industry is taking the challenge of unprecedented increase in steel price. The commodity prices are increasing. Second is, towards the emission complaints, there are expenses for every automotive industry. We have made after treatment process a bit stronger. We have to manage, every automotive manufacturer are compelled to make some improvement of the engine in order to give a standard emission through the life cycle. ഇനി ചോദ്യത്തിലേക്ക് വരാം, എന്താണ് RDE? RDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, BS6ൻ്റെ രണ്ടാമത്തെ ഫേസ് ആണെന്ന് പറയാം. BS6 നോംസ് നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും BS6 എഞ്ചിനുകളാണ് എന്നുള്ളത് നമ്മൾ കുറച്ച് കാലം വരെ കോമൺലി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നിർത്തി, കാരണം എല്ലാതും അതിലേക്ക് അപ്ഗ്രേഡ് ആയി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എന്താണ് BS6 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫ്യൂവൽ ബേൺ ചെയ്തിട്ടാണല്ലോ നമ്മൾ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് അതർ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിനും പ്രകൃതിക്കും ഒക്കെ കേടാവുന്ന തരത്തിലുണ്ടാവും. ആ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് എഞ്ചിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് BS6 കൊണ്ട് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കാർബൺ നമ്മൾ കോമൺലി പറയുന്ന ടൈംസ്, അതേപോലെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കിയിട്ട് ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് RDE എന്ന് പറയുന്നത്, അതായത് റിയൽ ഡ്രൈവിംഗ് എമിഷൻ. അത് BS6ൻ്റെ ഫേസ് 2 ആണ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മുതൽ ഒരുവിധം വാഹന നിർമ്മാണ കമ്പനികളൊക്കെ അതിലേക്ക് മാറണം എന്നുള്ളൊരു നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. അപ്പോൾ ടാറ്റ അതിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരത്തിൽ BS6ലേക്ക് അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് ഉള്ള വാഹനങ്ങളെ ഒന്ന് പരിചയപ്പെടണം. അപ്പം ശരിക്കും BS6ലേക്ക് അപ്ഗ്രേഡ് ആയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കലി പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല. പക്ഷേ അതിനൊപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങളും ഈ ഒരു മോഡലുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും നമുക്കൊന്ന് കാണാം. ആ വാഹനങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ടിലാണ്. അതായത് ഒരു സ്റ്റേഡിയം, ഒരു ടാറ്റയുടെ തന്നെ സ്റ്റേഡിയമാണ്. അവിടെ നമുക്ക്
ടാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരുപാട് ടാറ്റ മോട്ടോഴ്സിൻ്റെ വെഹിക്കിൾസിന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. എല്ലതും കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പ്രധാനപ്പെട്ട സാധനങ്ങൾ കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രൈമയിൽ നിന്ന് ആരംഭിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ടാറ്റ പ്രൈമ ഇവിടെ കിടക്കുന്നുണ്ട് 5530S. നമ്മൾ പ്രൈമിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. കാരണം അവിടെ ഉള്ളത് കുറച്ചൊരു ചേസസ് മാത്രമുള്ളതാണ്. ഇതാകുമ്പോൾ ബോഡി ചെയ്തിട്ടുള്ള പ്രൈമായിരുന്നു. അപ്പോൾ ഇത് കാണിക്കാൻ കാരണം രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് ബോഡി ചെയ്തു, പിന്നെ അതുപോലെ ടയർ വ്യത്യാസമുണ്ട്. ഒരു ഓൾട്ടറൈൻ ടയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ബോഡി ചെയ്തിട്ടുണ്ട്. മറ്റേതിനകത്ത് നമുക്ക് ബോഡി ഇല്ല, അതായത് ഈ ചേസസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഉണ്ടോ എക്സോസ്റ്റൊക്കെ ഇങ്ങോട്ട് വെച്ച് കാറ്റലിക് കൺവേർട്ടർ കൊടുത്തിട്ടൊക്കെ ടാറ്റേൻ്റെ ആ ഒരു വലിയ ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം അകത്തേക്ക് പോകാം. വലിയ വാഹനമല്ലേ, സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ തന്നെ ഈ സീറ്റ് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള സീറ്റാണ്. ലംബർ സപ്പോർട്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസ് കാര്യങ്ങൾ, ഒരു ബെഡഡ് സസ്പെൻഷനുള്ള ഒരു സീറ്റ് അത് നമുക്കിതിന് വിശേഷിപ്പിക്കാം. ലോങ് യാത്രയിൽ ഭയങ്കര കംഫർട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ലാംപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും മോശമൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡീസൻ്റ് ആക്കിയിട്ട്, അതായത് ഒരു ട്രിപ്പറാണ്, റഫ് യൂസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു ഫീൽ ഗുഡോടുകൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ പിടിച്ചിട്ട് കയറാം. ക്യാമറ പിടിച്ച് കയറുമ്പോൾ ഒരു ചെറിയ റിസ്ക് ഉണ്ട്, പക്ഷേ എന്നിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കയറി കഴിഞ്ഞാൽ ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഡിജിറ്റൽ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനലോഗും കൂടി ചേർത്തിട്ടാണ്. സ്റ്റിയറിംഗ് വീൽ വലിയ സ്റ്റിയറിംഗ് വീലാണ്, പക്ഷേ സിമ്പിളാണ്. നൈസ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഒരുപാട് കൺട്രോളുകൾ കാണാം. ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൈറ്റ്, മീഡിയം, ഹെവി ഇങ്ങനെയാണ്. ഇതെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ വണ്ടി ഒരു സാധാരണ റൂട്ടിലൂടെ പോകുന്നു. മീഡിയം ആവുന്ന സമയത്ത് കുറച്ച് ലോഡോടുകൂടി പോകുന്ന സമയത്ത് അത് വലിയാൻ വേണ്ടിയിട്ട്. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോഡോടുകൂടി മോശം റൂട്ടിലൂടെ പോകുന്ന സമയത്ത് ലോ RPMലും ഹയർ പവർ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ക്രമീകരിച്ചത്. ബാക്കി നമ്മുടെ ഹിൽ ഹോൾഡ് കൺട്രോളുകൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാം. അത് VS6ലേക്ക് വന്ന സമയത്തുള്ള അപ്ഗ്രഡേഷനാണ്. അതുപോലെ തന്നെ ആക്സിലിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതുപോലെ ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി വെഹിക്കിളിൽ അത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണ്. കാരണം നമുക്കറിയാം ഒരുപാട് ദൂരം ഇവർ സഞ്ചരിക്കാറുണ്ട്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തിട്ടാണ് ഒരു ലോഡ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചറുകൾ നല്ലതാണ്. കൊളീഷൻ വാർണിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സാധനം കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർ മോണിറ്ററിങ് സിസ്റ്റമാണ്. ഇപ്പം ഡ്രൈവർ ഫാറ്റിഗ്, അതായത് ഡ്രൈവർ ക്ഷീണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലാറം വന്നുകൊണ്ടേയിരിക്കും. ഡ്രൈവർ ക്ഷീണിക്കണം, അപ്പോൾ കണ്ണൊക്കെ അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെൻസർ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അലാറം അടിച്ചുകൊണ്ടേയിരിക്കും, ഡ്രൈവറെ ഉണർത്തും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം. നല്ല സാധനമല്ലേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇതൊരു എന്താ പറയുക, ഹയർ റേഞ്ച് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ടയേർഡാവാൻ സാധ്യതയുള്ള ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ 8 ഗിയർ ട്രാൻസ്മിഷനും ഒരു ലോഡ് മോഡും നമുക്കിവിടെ കാണാം. റിവേഴ്സ് ഗിയർ മോഡിൽ, അതുകൂടാതെ 8 മോഡ്. അപ്പോൾ മൊത്തം 10 ഗിയർ ട്രാൻസ്മിഷനാണ് ഈ വാഹനം. എൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് മോഡാണ്. അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ചാർജിങ് പോർട്ടുകൾ, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. അതുപോലെ മറ്റ് കൺട്രോളുകളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ലോഡിൻ്റെ കൺട്രോൾസ്, അതുപോലെ കപ്പ് ഹോൾഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ മാത്രം ഇരിക്കാൻ പറ്റുന്നതാണ്. ഇനി ബാക്കിലൊരു ബെഡും ഉണ്ട്. അത് ശരിക്കും ആ ഒരു ചേസസിനകത്ത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ബാക്കിൽ നമുക്കൊരു ബെഡും കൂടി അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പ്രൈമ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ്ങിൻ്റെ താഴ്ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണല്ലേ. ഇവിടെ ഒരു സെൻറ്റർ ഭാഗങ്ങളൊക്കെ ലോക്കായി നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട് കേട്ടോ. അതും വളരെ യൂസ്ഫുൾ ആണ് ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നമുക്ക് കാറിനകത്തുള്ള ക്രൂസ് കൺട്രോളിന് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് അതും സൂപ്പർ. ഇവിടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC കൺട്രോളുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സ്ഥലമുണ്ട്. തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം എത്രയാണ് നോക്കിയാൽ, കൈ ഇങ്ങനെ നീർത്തി വെച്ചാൽ തട്ടുന്നത് അത്രയും ഉയരത്തിലാണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും. വോ സൂപ്പർ, കൊള്ളാം അല്ലേ പ്രൈമ ടാറ്റ. ഇനി നമുക്ക് ഇവിടെയുള്ള കുറച്ച് വെഹിക്കിൾ പരിചയപ്പെടാം. ഇവിടെ നമുക്ക് LPT ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 4830C 6.2 ലിറ്റർ എഞ്ചിനാണ്. ഇതിന് കരുത്ത് പകർന്നുകൊണ്ടിരിക്കുന്നത് ചേസിസ് മാത്രമാണ്. അതുപോലെ തന്നെ ടാറ്റ ബസ്, സ്റ്റാർ ബസ് അതിവിടെ കാണാം. അതുപോലെ നമ്മളെ മാർക്കോ പോളോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളുടെ സിഗ്നയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേരിയൻറ്റുകൾ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ, അതായത് നമ്മൾ പ്രൈമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഹൈ, ലോ, മീഡിയം തുടങ്ങിയിട്ടുള്ള അതാണ് പ്രധാനമായിട്ടും ഒരു ഇതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ VS6ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണ് സിഗ്ന നൈസല്ലേ. സംഭവം എന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികൾ ദേശ് കാ ട്രക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റാണ്, ഈ രാജ്യത്തിൻ്റെ പ്രോഡക്റ്റാണ്. ഒരുപാട് ആളുകൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് ലീഡിങ് ആയിട്ടുള്ള വൺ ഓഫ്
കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വെഹിക്കിളുകൾ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഒരു ഇതിനകത്ത് ഇതിൻ്റെ ലുക്ക് ശരിക്കും ഇൻ്റർനാഷണൽ ടച്ചാണ് എന്നാണ് പറയാം. ആ തരത്തിലാണ് ഇതിൻ്റെ ലുക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള പല വാഹനങ്ങളുടെ അടുത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ലുക്കിൽ തന്നെയാണ് ഈ വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ടാവട്ടെ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ആ ബോഡി ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെയും അതങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എക്സോസ്റ്റെല്ലാം പുറത്തേക്ക് ഇങ്ങനെ കൊടുത്ത് നോക്കിയാൽ കൺവേർട്ടറൊക്കെ വെച്ചിട്ട് നൈസ്. ഇതാണ് ചേസിസ്. സ്പെയർ വീലിന് ആ ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ലീഫൊക്കെയാ കൂൾ. പിന്നെ നമ്മുടെ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളായിട്ടുള്ള യോധ, ഇൻട്ര തുടങ്ങിയിട്ടുള്ളതൊക്കെ അതും BS6 ഫേസ് 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഇത് CNG കേട്ടോ, നമുക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഇൻട്ര V20 CNG. അപ്പോൾ വീണ്ടും നമ്മുടെ ടാറ്റ പ്രൈമ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിൻ ഓപ്ഷൻ, 2 സസ്പെൻഷൻ സെറ്റപ്പ്, അങ്ങനെ ഏത് തരത്തിൽ നമുക്ക് വേണോ ആ തരത്തിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഹെവി ഡ്യൂട്ടി വേണമെങ്കിൽ അങ്ങനെ കിട്ടും, അതുപോലെ ലോ ഡ്യൂട്ടി വേണമെങ്കിൽ അങ്ങനെ കിട്ടും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ്. പിന്നെ അതൊരു അഭിമാനം കൂടിയല്ലേ ടാറ്റ ശരിക്കും ഇന്ത്യൻ ബ്രാൻഡിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്നല്ല. ശരിക്കും ഇതൊരു ലുക്കൊന്ന് നോക്കിയാൽ അല്ലേ, ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ മോഡൽസായിട്ട് കറക്റ്റ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ അൽഗുരിതം ഈ വാഹനത്തിനകത്ത് ശരിക്കും നമ്മളിങ്ങനെ ആലോചിക്കുക. ദുബായിലൊക്കെ ചില നിർമ്മാണ കമ്പനികളുടെ മോഡൽ ഇങ്ങനെ പോകുന്നത് നമ്മുടെ മനസ്സിലൂടെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അതിനിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ സൂപ്പർ, ഭയങ്കര കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അടിപൊളി. ഇനി ഇവിടെ നമുക്ക് എയ്സ് ഗോൾഡ്, ശരിക്കും ടാറ്റയുടെ ഗോൾഡ് പ്രോഡക്റ്റ് എന്നാണ് വിശേഷിപ്പിക്കാമെന്നാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും ഇത്തരത്തിലുള്ള ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകൾ അവൈലബിൾ ആക്കുക എന്നുള്ള ടാറ്റയുടെ വലിയൊരു പ്ലാൻ ഈ എയ്സ് ഗോൾഡിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് അവർ പറയുണ്ടായി. അതിനെ എയ്സിൻ്റെ EV എടുത്ത് ലോഞ്ച് ചെയ്താണ്. അതിവിടെ കാണാം. ഇത് നമ്മൾ ടാറ്റ പ്രൈമ, അതാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. കട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിഗ്നലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ലൈനപ്പ്. കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളുടെ ജംഷഡ്പൂർ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന എല്ലാ വെഹിക്കിളുകളെയും ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കാണുകയാണ് എത്ര നേരം വീഡിയോയിലൂടെ ചെയ്തത്. ഇനി പറയാനുള്ളത് ചില ഡാറ്റകളെ കുറിച്ചാണ്. അതായത് ദേശിക ട്രക്ക് എന്ന് നമ്മൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ടാറ്റ മോട്ടോഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സ് വിശ്വാസമർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതൊരു കാര്യം എൻജിൻ ആൻഡ് എൻഹാൻസ്ഡ് പെർഫോമൻസ് എന്നതാണ്. അതായത് 2 ലിറ്റർ മുതൽ 6.7 ലിറ്റർ വരെ കപ്പാസിറ്റിയുള്ള എൻജിനുകളെ ടാറ്റ മോട്ടോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ലൈനപ്പിലെല്ലാം അതിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. രണ്ടാമതൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന തരത്തിലുള്ള ഗിയർ ബോക്സ്, സസ്പെൻഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയും ടാറ്റ മോട്ടോഴ്സ് വാഹന വിപണിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവരുടെ എൻജിൻ്റെ കാര്യത്തിലും അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ടാറ്റ മോട്ടോഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ സ്ട്രോങ് ഫില്ലറായിട്ട് കാണുന്നു. അതിനതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. രണ്ടാമതൊരു കാര്യം ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്, അതായത് TCO. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം മൈലേജ്. ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം ഇത് കൊണ്ട് നടക്കാനുള്ള എക്സ്പെൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്നൊക്കെ പറയാം. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശരിക്കും കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളെല്ലാം പ്രോഫിറ്റിനെ കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല മൈലേജ് ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈസ് ഓഫ് യൂസ്, റിലാക്സ് ആയിട്ട് സർവീസ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ പാർട്സ് അവൈലബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെയാണ് ടാറ്റ മോട്ടോഴ്സ് രണ്ടാമത്തെ പില്ലറായിട്ട് കാണുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ നിലവിലുള്ള കസ്റ്റമേഴ്സിൽ 95% ആളുകളും അതിൽ ഹാപ്പിയാണ് എന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. മൂന്നാമത്തൊരു കാര്യം കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്. വാഹനം ഇപ്പോൾ നമ്മൾ കണ്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു ഡ്രൈവറാണ് അതിന് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആവേണ്ടി വരിക. ഡ്രൈവറും അതിനകത്ത് യാത്ര ചെയ്യുന്ന ആൾക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഡ്രൈവറെ മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ സ്പേഷ്യസ് ആണ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഇൻറ്റീരിയറുകളാണ് കൊടുത്തിട്ടുള്ളത്, ക്യാബിൻ സ്പേസ് അങ്ങനെയാണ് കൊടുത്തത്. അതുപോലെ തന്നെ സീറ്റൊക്കെ കണ്ടില്ല, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള സീറ്റുകളായിട്ടാണ് അതിനെ ക്രമീകരിച്ചുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കംഫർട്ട് ആൻഡ് കൺവീനിയൻസിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ്. AC അടിപൊളിയല്ലേ. നാലാമത്തെ കാര്യം ചോയ്സാണ്. അപ്പോൾ നമുക്കൊരു വാഹനം വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. ചേസസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ, ബോഡി ചെയ്തത് വേണമെങ്കിൽ അങ്ങനെ, ലോങ് വീലുള്ളത് വേണമെങ്കിൽ, ലോങ് ഡെക്ക് ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള എൻജിൻ ഓപ്ഷനുകൾ, ഫീച്ചറുകളെ ഒക്കെയും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോയ്സ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അഞ്ചാമതൊരു കാര്യം റിലയബിലിറ്റി. അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ മേഖലയിലെ വാഹനങ്ങൾ കാണുന്ന ആൾക്കാരറിയാം അത്രമാത്രം റിലയബിൾ ആയിട്ടുള്ള മെഷീനുകളെയാണ് ടാറ്റ ഉണ്ടാക്കുന്നത്. നല്ല ബോഡി ക്വാളിറ്റിയുള്ള, നല്ല എൻജിൻ സ്ട്രെങ്ത്തുള്ള, എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് പൊട്ടിത്തകരാത്ത വാഹനങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. ആറാമതൊരു കാര്യം കണക്ടിവിറ്റി. ഒരുപാട് കണക്റ്റീവ് ഫീച്ചറുകൾ വന്നു. ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ ട്രാക്ക് ചെയ്ത് അത് എത്ര സ്പീഡിൽ പോകുന്നു, അതിൽ എത്ര ഫ്യൂലുണ്ട്, എത്ര ആവറേജ് കിട്ടുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊക്കെ
കാര്യങ്ങളിലൊക്കെ ഈ വാഹനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏഴാമത്തൊരു കാര്യം പീസ് ഓഫ് മൈൻഡ്. അതായത് ടെൻഷൻ ഇല്ലാതെ ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത്തരത്തിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊണ്ടു നടക്കാൻ പറ്റുന്നതായിരിക്കണം ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനം. അതുകൊണ്ട് ഒരു കസ്റ്റമറുടെ പീസ് ഓഫ് മൈൻഡിനെ ഏഴാമത്തെ ഇവരുടെ മെയിൻ പില്ലറായിട്ട് ടാറ്റ മോട്ടോഴ്സ് കാണുന്നു എന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ 7 കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടോപ്പ് ലെവൽ അതോറിറ്റീസാണ് നമുക്കിതൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അതുപോലെ തന്നെ അവർ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയല്ലേ ചെയ്തത്. അവസാനം ഈവൻറ്റ് കഴിയുന്നവരെ ഇപ്പോഴും ഞാൻ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിലും ഈ ഓരോ ഇതിൻ്റെയും സീനിയർ ജനറൽ മാനേജേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവിടെ നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. കുഡൂസ് ടു ടീം ടാറ്റ മോട്ടോഴ്സ്. ഇത്രയും നല്ലൊരു അടിപൊളി ഇവൻറ്റ്, പ്രത്യേകിച്ച് ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും അവരടുത്ത് പോയി എൻഗേജ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കുറേ നേരം ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ ബേസിക്കാക്കി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഓരോ വാഹനത്തിൻ്റെയും പല കാര്യങ്ങളെയും കീറി മുറിച്ച് അപഗ്രഥനം ചെയ്ത്, അപഗ്രഥനം എന്ന് പറഞ്ഞാൽ കീറി മുറിച്ച് പഠിക്കാനുള്ളൊരു അവസരം ടാറ്റ മോട്ടോഴ്സ് തന്നു. അതിനും ഒരു വലിയ താങ്ക്സ് കുഡൂസ് ടു ടീം ടാറ്റ മോട്ടോഴ്സ്, എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ടാറ്റ മോട്ടോഴ്സ് ഏറ്റവും പുതിയ RD, അതായത് റിയൽ ഡ്രൈവിംഗ് എമിഷൻ സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നു. BS6ൻ്റെ ഫേസ് 2ലേക്ക് അവരുടെ എല്ലാ കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളെയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം വെറും BS6ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക മാത്രമല്ല, അതിനകത്ത് ഒരുപാട് പുതിയ ഫീച്ചറുകളെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. ഹിൽ ഹോൾഡ് കൺട്രോൾ, ഹിൽ ഡീസൻറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ വെയിറ്റ് മാനേജിങ്, അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി മാനേജ് ചെയ്യാനുള്ള ബട്ടണുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പുതിയ ഫീച്ചറുകളെയും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ദേശ് കാ ട്രക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു വാഹനം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് അത് കൊണ്ടുവന്നുള്ളത്. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇത് ശരിക്കും റോട്ടിലൊന്നും എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ എന്നാണ്. കാരണം നമ്മളിപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ ജംഷഡ്പൂർ പ്ലാന്റിലാണ്, ടാറ്റ നഗറിൽ വെച്ചിട്ടാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.